CPM-ന്റെ തിരുവനന്തപുരത്തെ ജില്ലാ നേതാവായിട്ടുള്ള SP ദീപക് അദ്ദേഹം ഒരു പരാതി കൊടുക്കുകയും പിന്നീട് അതുമായി ഹൈക്കോടതിയിലേക്ക് പോവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അതിഗംഭീരമായിട്ടുള്ള ഒരു വിധിയുണ്ടായി. രാജേന്ദ്രൻ്റെ അടക്കമുള്ള നിരവധി കവിതകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വിധിയാണ്. ഞാനിപ്പോൾ ആ വിധിയുടെ ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കുന്നില്ല. വിധി എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20ഓളം വരുന്ന BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കുകയും അവരോട് 4 ആഴ്ചക്കുള്ളിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് ഉത്തരവിടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നയിച്ചിട്ടുള്ള സംഭവം എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. യഥാർത്ഥത്തിൽ ഇപ്പം മാധ്യമങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് BJPക്ക് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് BJPക്ക് തിരിച്ചടിയല്ല, BJPക്ക് വലിയ നേട്ടമാണ്. BJP ആഗ്രഹിച്ചിരുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ളത് ഞാനിവിടെ വിശദമായി പറയാം. ഈ സംഭവം ഇവർ വലിയ അധികാരത്തിലേക്ക് വന്നു. ഇവർക്ക് 100-ൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ലെങ്കിലും 100-ൽ 50ഓളം സീറ്റുകളിലേക്ക് ഇവർ ജയിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അധികാരത്തിലേക്ക് വന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ അധികാരത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൽ മുഴുവൻ പേരും ഇതുപോലെ സത്യപ്രതിജ്ഞ ചെയ്തില്ല. പക്ഷേ ഒരു 20ഓളം പേർ, അതായത് ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്തത് പല പല ദൈവങ്ങളുടെ പേര് പിടിച്ചിട്ടാണ്. സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുന്ന ഒന്നില്ലെങ്കിൽ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്യാം, അല്ലെങ്കിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. ഇങ്ങനെ 1, 2, 3 തരത്തിൽ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുള്ളൂ. ആ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ദൈവം ഏതാണ് അത് നമുക്ക് മനസ്സിൽ വിചാരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, അതിനൊന്നും തടസ്സം പറയില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇവർ സത്യപ്രതിജ്ഞ ചെയ്തത് മുഴുവൻ ആറ്റുകാലമ്മയുടെ പേരിലാണ്, അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പേരിലാണ്, അതുപോലെ ചിലർ ബലിദാനികളുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും കേരളത്തിൽ ആദ്യമായി നടക്കുന്ന സംഭവമല്ല. ഇപ്പോൾ ഉമേഷ് ചള്ളിയിൽ ഒരു തവണ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്തത്, വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ പാലക്കാട് എന്നുള്ള ഒരു കോൺഗ്രസിൻ്റെ കൗൺസിലർ അദ്ദേഹം ഉമ്മൻചാണ്ടിയെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ഇതെല്ലാം തന്നെ ഏറ്റവും ഒടുവിൽ അത് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തേണ്ടി വരും, അത്ര കുഴപ്പമുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു നിയമത്തിലൊരു മാറ്റം വരുത്തിയ ഈ വേഷം കെട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നിയമത്തിലൊരു മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കൃത്യമായി സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അംഗത്വം റദ്ദാകുമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പോലും കൃത്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ചെയ്തതുകൊണ്ട് അവർക്ക് വലിയ ഗുണമുണ്ട്. ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗോമാതാവിനെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷേ ആരും എതിർപ്പുമായി പോയില്ല, പരാതിയുമായി പോയില്ല. പരാതിയുമായി പോയാൽ മാത്രമേ കോടതികൾ അത് കേൾക്കുകയും കോടതി വിധി ഉണ്ടാവുകയും വീണ്ടും സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യേണ്ടി വരുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതിൽ തന്നെ VV രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചൊരു കാര്യമാണ് ഇതിൻ്റെ ക്രക്സ്. അതാണ് BJPക്ക് ഏറ്റവും വലിയ നേട്ടം. BJP പറയുന്നൊരു കാര്യം, മറ്റു പല ആളുകളുമൊക്കെ തന്നെ മറ്റു പല ദൈവങ്ങളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞങ്ങളതൊന്നും പ്രശ്നമാക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ഇപ്പോൾ ഇവരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, അള്ളാഹുവിൻ്റെ പേരിലും മറ്റു പല നാമങ്ങളിലും ഒക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങളത് പ്രശ്നമാക്കാൻ വേണ്ടി പോയില്ല എന്നുള്ളതാണ്. കൂടാതെ ഇവരുടെയൊക്കെ ഓരോ കൗൺസിൽ ഡിവിഷനുകളിൽ ഇവരിപ്പോൾ വ്യാപകമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ആറ്റുകാലമ്മയുടെ പേരും അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രവും ശബരിമല അയ്യപ്പനെ പിടിച്ചുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് യഥാർത്ഥത്തിൽ CPM-ന് ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം അവിടെ തന്നെ നേരത്തെ അള്ളാഹുവിനെ പിടിച്ചൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇവർക്ക് ആ ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ, അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ മതം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സത്യപ്രതിജ്ഞകളിലേക്ക് കടന്നു വരുതെന്നും മതം രാഷ്ട്രീയത്തിലേക്ക് ഇടപെടരുത് എന്നും പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, അങ്ങനെ ഇടപെട്ടാൽ നമുക്കവരെ വിമർശിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളുണ്ടാകും. കാരണം അതൊരു വിശ്വാസത്തെ വിമർശിക്കലായി കൂടി കണക്കാക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ BJP എന്തുകൊണ്ടാണ് ഇത് വളരെ കൃത്യമായി, ഇപ്പോൾ VV രാജേഷ് അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തില്ല, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യില്ല, അത് സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മേയറാകാൻ പോകുന്ന ആളാണെന്നറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്താൽ പിന്നെ അതിപ്പോൾ തലവേദനയാകും, പുലിവാലാകും, ചിലപ്പോൾ എടുത്ത തീരുമാനങ്ങൾ റദ്ദാക്കപ്പെടും, അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ ബുദ്ധിപരമായി ഒരു 10ഓ 20ഓ പേർ മാത്രമാണ് ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തത്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു പ്രചരണത്തിന് തുടക്കമിടാൻ അവർക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ പറയുന്ന വിവിധ മതങ്ങൾ തമ്മിലുള്ള ഒരു ഡിവൈഡുകൾക്കും അതിൻ്റെ പേരിൽ CPM-നടക്കം കുറ്റപ്പെടുത്താനുള്ള ഒരു വലിയ ശ്രമവും അല്ലെങ്കിൽ വലിയൊരു ആയുധവും അവർക്ക് കിട്ടും എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ ബോധപൂർവമായി, അവർക്ക് ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല, അവർ ബോധപൂർവമായി ഇത്തരത്തിലുള്ള സത്യപ്രതിജ്ഞ ചെയ്തത്. കൂടാതെ അവരെ സംബന്ധിച്ച് പേടിക്കാനുമില്ല. കാരണം ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി സത്യപ്രതിജ്ഞ ചെയ്താൽ മതി. അപ്പോൾ എന്താ, ഞങ്ങളെ ഏറ്റവും ആദ്യം ചെയ്ത ഞങ്ങളുടെ ദൈവത്തെ പിടിച്ച് ചെയ്ത സത്യപ്രതിജ്ഞയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയല്ലോ, അതെന്ത് മോശമാണ് എന്നുള്ളത് CPM-നോടൊക്കെ ചോദിക്കാനും അവരൊരു അവിശ്വാസികളുടെ പാർട്ടിയാണെന്ന് പറയാനും, കൂടാതെ ഇത് മറ്റ് പല മതക്കാരോടും അവർ ചെയ്യുന്നില്ല എന്ന് പറയാനുമൊക്കെയുള്ള സാഹചര്യമൊരുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത്. യഥാർത്ഥത്തിൽ
ഇതൊന്നും എതിർക്കാതിരുന്നെങ്കിൽ, കോടതിയിൽ നിന്ന് വിധിയുണ്ടാവാതിരുന്നെങ്കിൽ ഇതൊന്നും ഒരു മനുഷ്യൻ അറിയാൻ പോണില്ല, ഇതൊക്കെ ശ്രദ്ധിക്കാതെ അങ്ങ് വിട്ടുപോയനെ. പണ്ടുമൊക്കെ ഇപ്പം നിങ്ങൾ ഇപ്പോൾ MLA മാരായിട്ട് നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ 140 പേരുടെ സത്യപ്രതിജ്ഞ ആരെങ്കിലും കാണും. ഇപ്പം ഞാൻ തന്നെ ക്രൈമിൽ ഓൺലൈനിൽ ഒരു വീഡിയോ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ എന്നോടന്ന് ചോദിച്ചു, സതീശൻ ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞത് തെറ്റാണ്. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരങ്ങനെയാണെങ്കിൽ പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് പോലും മനസ്സിലാകുന്നത് അദ്ദേഹം MLA സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം ദാമോദര മേനോൻ എന്ന് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മേനോൻ അദ്ദേഹം ഇപ്പം പുതിയതായി കൂട്ടിച്ചേർത്താണെന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പിന്നെ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. പക്ഷെ അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിപ്പോൾ കേരളത്തിലായതുകൊണ്ടാണ് ഈ പ്രശ്നം. ഉത്തരേന്ത്യയിലൊക്കെ ഇത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോമാതാവിൻ്റെ പേരിൽ മറ്റു പല ദൈവങ്ങളുടെ പേരിലൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. കൂടാതെ ബലിദാനികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സത്യപ്രതിജ്ഞകൾ ഇനിയും നമ്മൾ കാണേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇത് ഭാരതാംബയും അതുപോലെ തന്നെ വന്ദേമാതരവും ഒക്കെ ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു എക്സ്റ്റൻഷനായി മാത്രമേ ഈ സത്യപ്രതിജ്ഞയും കാണാനാവൂ. എതിർത്തില്ലെങ്കിൽ വലിയ പുലിവാലായി പോയനെ. എതിർത്തതുകൊണ്ട് മഹാഭാഗ്യമെന്നും ഇത് റദ്ദായിപ്പോയത് മഹാഭാഗ്യമെന്നും അതുകൊണ്ട് അത് ചർച്ചയാകും എന്നുള്ളതാണ് BJP വലിയ സന്തോഷത്തോടെ കരുതുന്നത്. ആകെ BJPക്കുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ സുഗതൻ എന്ന് പറയുന്ന അവരുടെ ഒരു കൗൺസിലർ 2 തവണ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. 3 തവണ അടുപ്പിച്ച് പങ്കെടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അയോഗ്യരാക്കപ്പെടും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അവിടെ കൗൺസിൽ യോഗം വിളിക്കാതെ VV രാജേഷ് നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ജാമ്യം കിട്ടിയിട്ട് ഇനി കൗൺസിൽ യോഗം വിളിക്കാൻ പറ്റും. അല്ലെങ്കിൽ കൗൺസിൽ യോഗം എന്ത് വെച്ചാൽ ജയിലിനകത്ത് വെച്ച് കൂടേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ സുഗതനെ ഇനി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ജയിലിനകത്ത് ഇത്തരത്തിലുള്ളൊരു ചടങ്ങ് സംഘടിപ്പിക്കേണ്ടി വരും. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ഉള്ളതിലെ പോലെ ആയിത്തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ പലതിലും 1 or 2 സത്യപ്രതിജ്ഞയുണ്ട്. ഒന്ന് വളരെ ഒഫീഷ്യലായിട്ടുള്ള സത്യപ്രതിജ്ഞ, രണ്ടാമത്തേത് ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള സത്യപ്രതിജ്ഞ, മൂന്നാമത്തേത് ഈ പറയുന്ന പോലെ എല്ലാവർക്കും മുമ്പിലുള്ള ചെറിയ സത്യപ്രതിജ്ഞ. അങ്ങനെ പല പല സത്യപ്രതിജ്ഞകളുടെ ചടങ്ങുകൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഒരു കാരണവശാലും ഇത് ആദ്യത്തേതാകാൻ വഴിയില്ല, അവസാനത്തേതുമാകാൻ വഴിയില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മെമ്പർഷിപ്പിൻ്റെ സ്കീമുണ്ട്. ആ മെമ്പർഷിപ്പ് സ്കീം താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. അത് ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള സ്കീമുണ്ട്. അതിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അത് വളരെ ചെറിയ തുകകളാണ്, കൂടാതെ വലിയ തുകകൾ വരെ അതിനകത്തുണ്ട്. അത് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവില്ല. ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം വെച്ചിട്ടുള്ളൊരു സ്കീമാണ്. കൂടാതെ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നേരിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടി വന്നത് എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. ആ ചാനലിൻ്റെ പേര് പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നുള്ളതാണ്. അതായത് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നുള്ളതാണ്. അത്രയും വലിപ്പമുള്ള പേര് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് ചുരുക്കപ്പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും. അതിൻ്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് നമ്മൾ പുറത്തിറക്കിയിരുന്നു. ആ പോഡ്കാസ്റ്റ് വലിയ സ്വീകരണമാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചത്. 1 മണിക്കൂർ 44 മിനിറ്റുള്ള ആ പോഡ്കാസ്റ്റിൽ ഇപ്പോൾ ഏതാണ്ട് 8000 മണിക്കൂറുകൾ ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. 15600-ലധികം ആളുകൾ അത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. വലിയ സന്തോഷം. അപ്പോൾ അതിൻ്റെ ഉടനെ തന്നെ അടുത്ത പോഡ്കാസ്റ്റ് കൂടി വരും. ആ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾ ഉടനെ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പോഡ്കാസ്റ്റ് കിട്ടുള്ളൂ. 2 ദിവസങ്ങൾക്കുള്ളിൽ അത്തരത്തിലുള്ള ഒരു പോഡ്കാസ്റ്റ് കൂടി നമ്മൾ സംപ്രേഷണം ചെയ്യും. ഈ പോഡ്കാസ്റ്റ് എടുക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചും ഒക്കെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള, കുറച്ചുകൂടി സമയം ചിലവുള്ള, പണച്ചെലവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ചോദിക്കുന്നത്. ആ സപ്പോർട്ട് തരാൻ കഴിയുന്നവർ ചെയ്താൽ മതി. ഇനി പറ്റാത്തവരെ സംബന്ധിച്ച് നമ്മളുടെ വീഡിയോകൾ കാണുകയും താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ നല്ല വിമർശനങ്ങൾക്കും വലിയ സ്നേഹത്തോടു കൂടി നമ്മൾ കാത്തിരിക്കുന്നു. കൂടാതെ നമ്മളുടെ ഇതുപോലെ അഭിപ്രായങ്ങളും അതുപോലെ ചോദ്യങ്ങൾക്കും, കൂടാതെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ അത്തരം കമൻറ്റുകൾക്കുള്ള മറുപടി എന്നുള്ള നിലയ്ക്ക് ഒരു എപ്പിസോഡ് 1 മാസത്തിലൊരിക്കലോ ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പരിഗണനയിലാണ്. നല്ല കമൻറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള മറുപടികൾ കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അതിൽ വിമർശനങ്ങളുണ്ടെങ്കിലും വളരെ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കും എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞു പോകട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ചാനലിൻ്റെ പേര് നിങ്ങൾ മറക്കണ്ട. അത് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.